എല്ലാവർക്കും പ്രമ്യാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. സ്വീറ്റ് കോണും സ്വീറ്റ് പൊട്ടറ്റോവും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല ക്രിസ്പിയും ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അതിനായിട്ട് സ്വീറ്റ് കോണും സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ സ്വീറ്റ് കോണും ഇനി സ്വീറ്റ് പൊട്ടറ്റോ തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുക്കണം. സ്വീറ്റ് കോണും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സ്വീറ്റ് പൊട്ടറ്റോയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റീമർ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന സ്റ്റീമറിലേക്ക് ഫസ്റ്റ് തട്ടിൽ സ്വീറ്റ് കോൺ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ തട്ടിൽ സ്വീറ്റ് പൊട്ടറ്റോ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ കപ്പക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും. നല്ല ഒരു ടേസ്റ്റാണ് ഇത് സ്റ്റീം ചെയ്തിട്ട് കഴിക്കാൻ. ഒരു ചെറിയ മധുരത്തോട് കൂടിയിട്ടാണ് ഇത് കിട്ടുന്നത്. ഇത് ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുന്നത് വരെ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്ത് ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി കൊടുക്കാം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സ്വീറ്റ് കോൺ കഴിക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്കിത് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇതിപ്പോഴും നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്വീറ്റ് കോൺ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. സ്വീറ്റ് പൊട്ടറ്റോ ഇപ്പോൾ മുഴുവനായിട്ട് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. സ്വീറ്റ് കോൺ ഞങ്ങൾ പകുതി കഴിച്ചു, ബാക്കിയുള്ളതാണ് ഒന്ന് മാഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇത്ര പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ കഴിച്ചു. ഇനി ഇതും കൂടി ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് ചിരകി വെച്ച തേങ്ങ, 1/4 കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ്, ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നൈസ് റൈസ് പൗഡറാണ്. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ മധുരം സ്വീറ്റ് കോൺ ആണെങ്കിലും സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിലും മധുരത്തിൻ്റെ ഫ്ലേവറാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ 1/4 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിക്കായിട്ട് വരുന്നത് വരെ ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ റവ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ കൈവച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു തിക്കായിട്ടുള്ള ഒരു മാവാണ് വേണ്ടത്. ഇതിപ്പോൾ ആദ്യം അരിപ്പൊടി വെച്ചിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഒരു ട്രിപ്പ് ആക്കിയെടുത്തതിന് ശേഷം അപ്പോഴേക്കും ആ സമയം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിൽ ശർക്കരപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. മാവ് ഒന്ന് ലൂസായതുകൊണ്ട് ഞാനിതിൽ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ തയ്യാറാക്കിയത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ക്രിസ്പിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ റവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഈ ഷേപ്പിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം. ചൂടായി വന്ന കടായിലേക്ക് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. 2 സ്വീറ്റ് കോൺ ആണെങ്കിലും സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിലും നമ്മൾ സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് പുറമേ ഒന്ന് 2 സൈഡും ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. അധികം എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് അധികം എണ്ണ കുടിക്കൊന്നുമില്ല. ഇതിൽ റവ ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. സ്വീറ്റ് പൊട്ടറ്റോ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ ശരീരത്തിലെത്തുന്നത് വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ സീസൺ ടൈമാണല്ലോ. അതുകൊണ്ട് തന്നെ പൊതുവേ നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും. ആ സമയത്തൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്തെടുക്കാനും പറ്റും. ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു സ്നാക്കാക്കിയിട്ടും തയ്യാറാക്കാം. നല്ല ടേസ്റ്റായിരുന്നു. പെട്ടെന്ന് തന്നെ ഇതൊക്കെ ആക്കി തീർന്നു പോവുകയും ചെയ്തു. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.